എന്നെ കാണാൻ ഒരു ചേലുമില്ല, എനിക്ക് നിറമില്ല, എനിക്ക് ബുദ്ധിയില്ല, ഞാൻ എന്ത് ചെയ്താലും അത് പരാജയ, എനിക്കൊരു ഭാഗ്യമില്ല, ജനിക്കേണ്ടിയില്ലായിരുന്നു, നശിച്ചൊരു ജീവിതം. പ്രിയമുള്ളവരെ, ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പരിചിത വലയത്തിലുണ്ടാവും. നമ്മൾ നമ്മളോട് എന്തു പറയുന്നുവോ അത് തന്നെ നമ്മളായിത്തീരും. കാരണം നമ്മുടെ മനസ്സിലുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തിനെയാണോ നമ്മൾ ആകർഷിക്കുന്നത് അതിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും. മൈൻഡ് ഈസ് എവറിത്തിങ് വാട്ട് യു തിങ്ക് യു ബിക്കം എന്ന് ഗൗതമ ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സാണ് എല്ലാം, എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതായിത്തീരും. അതുകൊണ്ട് നമ്മൾ മനസ്സിലേക്ക് വേണ്ടാത്ത ദുഷിച്ച ചിന്തകളെ കൊണ്ടുവരാതിരിക്കുക. ഈ പറഞ്ഞതൊക്കെ നമ്മുടേതായ കാഴ്ചപ്പാടാണ്. നമ്മൾ സ്വയം മെനഞ്ഞെടുക്കുന്ന, സ്വയം സൃഷ്ടിക്കുന്ന ചിന്തകളാണ്. ഈ ചിന്തകൾ ആണ് നമ്മൾ നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കതിനൊരു മോചനം ഉണ്ടാവില്ല. നേരെ തിരിച്ച് ചിന്തിച്ചു നോക്കൂ. നേരെ തിരിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ മാറ്റം വരും. അതുകൊണ്ട് ലോകത്തെ 2 തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറയുന്നത്, 2 തരം ആശയവിനിമയം. ഒന്ന് നമ്മൾ നമ്മളോട് നടത്തുന്ന ആശയവിനിമയം, രണ്ടാമത്തേത് നമ്മൾ ലോകത്തോട് നടത്തുന്ന ആശയവിനിമയം. ഇതിൽ ഏറ്റവും ശക്തമായത് ആദ്യത്തേതാണ്. നമ്മൾ നമ്മളോട് നടത്തുന്ന ആശയവിനിമയം അതെപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് പോസിറ്റീവ് അല്ലെങ്കിൽ, അത് നല്ലതല്ലെങ്കിൽ, അത് നമ്മളെ വളർത്തുന്നതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്നും പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചിന്താപരമായി ധനികനാവാൻ നമ്മൾ പഠിക്കുക.